ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. ദേശീയ ക്രിക്കറ്റ് അക്കാദമി തലവനും മുൻ ഇന്ത്യൻ താരവുമായ VVS ലക്ഷ്മൺ കോച്ചാകില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യൻ താരങ്ങളിൽ ആരൊക്കെ അപേക്ഷ നൽകിയെന്ന കാര്യത്തിൽ BCCI ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. IPL-ൽ കൊൽക്കത്തയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ടീം മെന്ററും മുൻ ഇന്ത്യൻ താരവുമായ ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ പരിശീലകനാക്കുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നുവെങ്കിലും ഗംഭീർ ഇന്നലെ അപേക്ഷിച്ചിരുന്നുവെന്ന കാര്യത്തിലും BCCI നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ പരിശീലകരിൽ ഗംഭീറിന്റെ പേര് മാത്രമാണ് BCCI പരിഗണിക്കുന്നതെന്നാണ് സൂചന. അപേക്ഷിക്കുകയാണെങ്കിൽ തന്നെ പരിശീലകനാകണമെന്ന ഉപാധി ഗംഭീർ BCCIക്ക് മുന്നിൽ വെച്ചതായി ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമയും ബോളിവുഡ് സൂപ്പർ താരവുമായ ഷാരൂഖ് ഖാന്റെ സമ്മർദ്ദത്തിൽ ഗംഭീർ കൊൽക്കത്തയിൽ തന്നെ തുടരാനുള്ള സാധ്യതകളുമുണ്ട്. 3 വർഷ കരാറിലാണ് പരിശീലകനാവേണ്ടത് എന്നതിനാലും വർഷത്തിൽ 10 മാസമെങ്കിലും ടീമിനൊപ്പം വേണമെന്നതിനാലും പ്രധാന വിദേശ പരിശീലകരാരും ഇന്ത്യൻ കോച്ചാവാൻ സന്നദ്ധതയറിയിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. മുൻ ഓസ്ട്രേലിയൻ നായകൻ റിക്കി പോണ്ടിംഗ്, ജസ്റ്റിൻ ലാംഗർ, ന്യൂസിലാൻഡ് ക്യാപ്റ്റനായിരുന്ന സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്നിവരെയെല്ലാം BCCI പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായി മത്സരങ്ങൾ കളിക്കുന്ന ഇന്ത്യൻ ടീമിനൊപ്പം 10 മാസമെങ്കിലും വർഷത്തിൽ ഉണ്ടാവേണ്ടതുകൊണ്ട് ഇവരാരും വരാൻ തയ്യാറായില്ല. ഇതോടെയാണ് ഇന്ത്യൻ പരിശീലകരെ തന്നെ നോക്കുന്നതെന്ന് BCCI സെക്രട്ടറി ജയ്ഷാ വ്യക്തമാക്കിയത്. രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി T20 ലോകകപ്പോടെ അവസാനിക്കും. ദ്രാവിഡിന്റെ പിൻഗാമിയായി ലക്ഷ്മണെയായിരുന്നു BCCI ആദ്യം സമീപിച്ചതെങ്കിലും ദേശീയ ക്രിക്കറ്റ് അക്കാദമി തലവനായി തുടരാനാണ് താൽപര്യമെന്ന് ലക്ഷ്മൺ വ്യക്തമാക്കുകയായിരുന്നു. ആരൊക്കെയാണ് പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചിരിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാവും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.